ഹലോ. ഹലോ. സാർ നമസ്കാരം. ഞാനൊരു ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കാണ്. ഒരു 25 വയസ്സുള്ള കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ? പറഞ്ഞോളൂ. ഓക്കെ. ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആൾ തന്നെയാണ്. എനിക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. എൻ്റെ പേര് ദിവ്യ. ഞാൻ ശ്രീമാരി മാട്രിമോണി ആണ് നടത്തുന്നത്. ഇതിന് ഫീസോ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അത് കഴിഞ്ഞാലും ഇല്ല, അതിന് മുന്നും ഇല്ല. ഇപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ. നമുക്ക് 14 ജില്ലയിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ നമുക്കിതിൽ കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് 25 വയസ്സാണ്. കുട്ടിക്ക് 25 വയസ്സാണോ? 25 ആണോ? എത്ര വയസ്സായി? 26 വിദ്യാഭ്യാസം എന്താണ്? MA ചെയ്തു കഴിഞ്ഞു. ജോലിക്ക് പോവാണോ? പ്രൈവറ്റ് ആയിട്ട് പോകുന്നു അല്ലെ? ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് സ്ഥലം എവിടെയാണ്? മലപ്പുറത്താണ്. എന്താണ് ജാതി? ഞങ്ങളിവിടെ തീയരെന്ന് പറയും. തീയര്, ഈഴവര് അല്ലേ? ഇവിടെ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ തീയരെന്നാ പറയാ. തീയരെന്നാണ് പറയാ. ഓക്കെ. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന 5'2" ഉയരം, മീഡിയം വണ്ണം, ഇരുനിറം. സഹോദരനൊന്ന്. സഹോദരൻ വിവാഹിതനാണോ? അതില്ല. സഹോദരൻ ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. 3 മക്കളാണ്. ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു കൊടുത്തു. 2 പേരുണ്ട് അല്ലെ? മകൻ എന്ത് ചെയ്യണേ? ജോലിയാണോ? ബികോം അക്കൗണ്ടൻസി ഒക്കെ പഠിച്ച് ഗൾഫിലൊക്കെ പോയി വന്ന് പുള്ളി ബാംഗ്ലൂര് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ കുട്ടിക്ക് 26 വയസ്സാന്ന് പറയുമ്പോ വരന് എത്ര വയസ്സ് വരെ ആവാം? നമുക്കൊരു 30-32 എടുക്കാം. മതി അല്ലേ? ഓക്കെ. ഇപ്പൊ പ്രൈവറ്റ് ജോലി, ഗവൺമെന്റ് എന്താണ് നോക്കണേ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും വീട് സൗകര്യങ്ങളൊക്കെ വേണം, ജോലി വേണം, ജീവിക്കേണ്ട ചുറ്റുപാടുന്നതിലൊക്കെ വേണം. അല്ലാണ്ട് ഇപ്പൊ നമ്മളൊരു കുട്ടികളെ കൊണ്ട് ജീവിക്കാൻ വേണ്ട ചുറ്റുപാട് വേണോ? അതെ. ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ കുട്ടി MA വരെ പഠിച്ചതുകൊണ്ട് വരന് ഇപ്പൊ എന്തായാലും ഒരു ഡിഗ്രി എങ്കിലും വേണം അല്ലേ? വേണം. വിദ്യാഭ്യാസം നമുക്ക് മസ്റ്റാണ്. ഓക്കെ. അപ്പൊ നമുക്ക് വിദേശം നോക്കുന്നുണ്ടോ? വിദേശം വേണ്ടെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. വിദേശത്ത് നമുക്ക് കൊണ്ടുപോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ. നമുക്ക് മലപ്പുറം മാത്രമേ നോക്കുന്നുള്ളൂ? മലപ്പുറം കിട്ടുകയാണെങ്കിൽ സൗകര്യം. നമുക്ക് നമ്മളെ ജില്ലയിൽ തന്നെ സൗകര്യം. പിന്നെ അടുത്ത ജില്ലകൾ ഏതാണ് നോക്കുക? നമുക്ക് എല്ലാം ഓക്കെ ആയി വന്നെങ്കിൽ നമ്മുടെ അടുത്ത തൃശ്ശൂരും പാലക്കാടൊക്കെ നമ്മൾ അടുത്തടുത്ത ജില്ലകളല്ലേ? ഓക്കെ. മലപ്പുറം പാലക്കാടൊക്കെ അടുത്ത ജില്ല. അപ്പൊ അവിടുന്ന് നമുക്ക് ഈ പറയുന്ന ഡിമാൻഡിലൊക്കെ ഒത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ജില്ലകളും നോക്കാം. ഡിമാൻഡുകളില്ലാത്തുണ്ടെങ്കിൽ നടത്താം. ഡിമാൻഡുകളില്ലാത്ത ഏതും നമുക്ക് നോക്കി നോക്കാം. അല്ലെ, നമ്മൾ ഈ പറയുന്നത് ഇപ്പൊ പറഞ്ഞ നല്ല കുട്ടി വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് വിദ്യാഭ്യാസം വേണം, വീട് വേണം, നല്ലൊരു ജോലി വേണം, സ്ഥിര വരുമാനമുള്ള നല്ലൊരു ജോലി വേണം. അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ. തീർച്ചയായിട്ടും. അതൊന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൂട്ടുന്നില്ല. നമ്മളിപ്പോ ഒരു വാടക വീട്ടിൽ നമ്മള് സ്വന്തം വീട്ടിൽ തന്നെ കഴിയുന്നത്. പിന്നെ നമുക്ക് ഇരിക്കാൻ വീടില്ലാഞ്ഞ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതെ. അപ്പൊ നമുക്ക് അത്രയുള്ള ഡിമാൻഡ്. ഓക്കെ സാർ. നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു.